KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനാണ് നമ്മോടൊപ്പം ഉള്ളത്. മുകേഷ് ഇനിയും രാജിവെച്ചിട്ടില്ല. അല്ല, മുകേഷ് രാജിവെച്ചേ മതിയാകൂ. മുകേഷിനെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ, കുറ്റകൃത്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മുകേഷ് ഓരോ ഘട്ടത്തിൽ ഓരോ ന്യായീകരണങ്ങളുമായിട്ടാണ് വരുന്നത്. ഏറ്റവും ഒടുവിലാണ് ഈ പറഞ്ഞ ന്യായീകരണം. മുകേഷിന്റെ ന്യായീകരണങ്ങളൊന്നും ഇനി വിലപ്പോവില്ല. മുകേഷ് സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ തന്നെ ബാലിശമാണെന്ന് പറഞ്ഞു, ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം മുകേഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടിയുടെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ടല്ല മുകേഷ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. മുകേഷിനെതിരെ ഒരു കേസല്ല, ഇത് ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 11 ഖണ്ഡികകൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ബലമായി സംശയിക്കുന്നു, മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ അതിൽ പരാതിയുണ്ടോ എന്നറിയാൻ ആളുകൾക്ക് അവകാശമുണ്ട്. അപ്പൊ അതടക്കം 11 ഖണ്ഡികകൾ ആരുടെ അനുവാദത്തോടു കൂടിയാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത്? ഗവൺമെന്റാണ് പറയേണ്ടത്, സാംസ്കാരിക വകുപ്പാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ നടക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തു. അദ്ദേഹം രാജിവെക്കണം. മുകേഷ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്രയേറെ ആരോപണം ഇന്ത്യയിൽ ഇതുപോലെ ആർക്കും ഉണ്ടായി കാണത്തില്ല, അല്ലെങ്കിൽ ലോകത്തുണ്ടായി കാണത്തില്ല. മന്ത്രി സജി ചെറിയാൻ ഒരു ഘട്ടത്തിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല. മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമങ്ങളോട് ഒരു വിശദീകരണത്തിലേക്കും അദ്ദേഹം ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി ആരെയാണ് ഭയക്കുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് സജി ചെറിയാനെന്നല്ല, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഇത്ര വലിയ കോലാഹലം ഉണ്ടായിട്ട് കേരളത്തിലെ സ്ത്രീകൾ ആകമാനം, സ്ത്രീകളെന്നല്ല പൊതുസമൂഹം ആകമാനം ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി എന്ത് ധിക്കാരമാണിത്? ജനാധിപത്യത്തിൽ ചർച്ചകൾ വേണ്ടേ, ചോദ്യങ്ങൾ വേണ്ടേ, ഉത്തരങ്ങൾ വേണ്ടേ, സംവാദങ്ങൾ വേണ്ടേ? ഇതൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയുടെ മൗനം നമ്മൾ കാണുകയാണ്. മുഖ്യമന്ത്രി ഒരു വശത്ത് മൗനം, അതുപോലെ സജി ചെറിയാൻ മന്ത്രി ഇപ്പം വീണ്ടും ആദ്യത്തെ മലക്കമർച്ചിലുകൾക്ക് ശേഷം അദ്ദേഹം മൗനം, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ മൗനം, അതുപോലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കന്മാർക്ക് മൗനം, ശൈലജ ടീച്ചറെ പോലെയുള്ള മുൻ മന്ത്രിമാർക്ക് മൗനം, വീണ ജോർജിനെ പോലെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് മൗനം. ഈ മൗനത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ മൗനത്തിന്റെ അർത്ഥമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് മുകേഷിന്റെ വീടിന് മുന്നിൽ പോലീസ് കാവലുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം CPIM മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ, ഒരു ഡിസിഷനിലേക്ക് പോകുന്നത്? CPM ഇതിനകത്ത് നിലപാടില്ല. ഞാൻ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു. കൊല്ലത്തുള്ള ബഹുജനങ്ങൾ മുഴുവൻ മുകേഷിനെതിരാണ്. കാരണം മുകേഷ് ഒരു തവണയല്ല ഇത്തരം ഒരു കേസിൽ അകപ്പെടുന്നത്. ഇതിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ മന്ത്രി വീണ ജോർജ് തന്നെ ഇന്ത്യ വിഷൻ ചാനലില് അവർക്ക് കൊടുത്ത് നൽകിയിട്ടുള്ള ഒരു അഭിമുഖം, ഞാൻ അവരുടെ വിശദാംശങ്ങൾ പറയുന്നില്ല, ആ അഭിമുഖം അടക്കം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളടക്കം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒക്കെ തന്നെ ഗവൺമെന്റിന് ഇത് ബോധ്യമുള്ള കാര്യമാണ്. വീണ ജോർജ് മന്ത്രി അടക്കമുള്ളവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് CPM-ന്റെ ആള് എന്നുള്ള നിലയിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു കാരണവശാലും ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുമോ? ഇനിയും വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത് തന്നെ സത്യത്തിൽ സർക്കാർ ആദ്യം പറഞ്ഞെന്താ, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, മറ്റ് ഉയർന്നു വരുന്ന മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന പരാതികളെ പരിഹരിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ സർക്കാർ നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. SIT-യെ രൂപീകരിച്ച് അതിനകത്ത് സ്ത്രീകൾ മാത്രമല്ലല്ലോ ഉള്ളത്. ഇതിനകത്ത് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മറ്റു ചില ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന ഈ നാടകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വീണ്ടും ലാഗ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, വീണ്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ SIT-ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തുടർ സമരങ്ങളിലേക്ക് കോൺഗ്രസും UDF-ഉം പോകുമെന്ന് ഷാനിമോൾ ഉസ്മാൻ ആവർത്തിച്ച് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.